അവന് ഇത്ര അറിവ് എങ്ങനെ കിട്ടി ഇല്ലേ? അപ്പൊ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ബാല്യവും കൗമാരവും യുവത്വവും അഡൾട്ട്ഹുഡിലും മുഴുവനും യേശു ഒരേ ഒരു ആശയത്തിലാണ് മുൻതൂക്കം കൊടുത്തിരുന്നത്. എന്താണ്? ദൈവിക ജ്ഞാനം. ഈ ദൈവിക ജ്ഞാനം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ us. ഈ ദൈവിക ജ്ഞാനത്തിനെ എല്ലാ ദിവസവും നമ്മൾ കുടിക്കണം, എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കണം. ആ ദൈവിക ജ്ഞാനം എല്ലാ ദിവസവും രാവിലെ നിങ്ങളുടെ വാതിക്കൽ കാത്തു നിൽക്കുന്നുണ്ടെന്നാ പറയണേ. സോളമനെ അതിനൊരു ഉദാഹരണമായിട്ട് കർത്താവ് തന്നെ പറയുകയാണ്. സോളമന്റെ ജ്ഞാനം കാണാൻ ദക്ഷിണദേശത്തെ രാജ്ഞി വളരെ ദൂരത്തുനിന്ന് വന്നു. എന്നാൽ ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. പക്ഷെ ആരും അവന്റെ അടുത്ത് ജ്ഞാനം തേടി വരുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഈ കാര്യങ്ങളിൽ നമ്മളുടെ വിശ്വാസത്തിന്റെ ലക്ഷ്യം ഈ ജീവിതത്തിൽ മാത്രം ആസ്പദമാക്കിയിട്ടാവരുത്. ഈ ജീവിതത്തിലെ നേട്ടങ്ങളെയും ലക്ഷ്യങ്ങളെയും ആവരുത്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ തന്നെ നമുക്ക് ഉണ്ടാകണം. ഈ ജീവിതത്തിന് അപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും ഉള്ള പൂർണ്ണമായ ബോധ്യത്തിൽ മുന്നേറണം. നമ്മൾ ഈ നാട്ടിൽ ഈ ജീവിതത്തിൽ നേടുന്ന ഭൗതികമായ ഒരു നിധിയും നമുക്ക് മരിച്ചു കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി, എംപറർ അലക്സാണ്ടർ മരിക്കുമ്പോൾ എന്നതിന് മുമ്പ് പറഞ്ഞു, എന്നെ നഗരി കാണിക്കുന്ന സമയത്ത് എൻ്റെ കൈകൾ ശവപ്പെട്ടിക്ക് പുറത്തിടണം. എന്നെ ശവം അടക്കുന്ന സമയത്ത് എൻ്റെ കൈകൾ ശവപ്പെട്ടിക്ക് പുറത്തിടണം. കാരണം ലോകം മുഴുവനും അറിയട്ടെ, ഞാൻ ഈ നേടിയ ഒന്നും ഞാൻ കൊണ്ടുപോകുന്നില്ല. ദൈവത്തിന്റെ ജ്ഞാനത്തിന് മാത്രമേ ഇങ്ങനെ ഒരു ബോധ്യം നമുക്ക് തരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും ആ ഒരു ലക്ഷ്യത്തിലാണ്. ഇപ്പൊ ഒരു കല്യാണം ആലോചിക്കുകയാണ്, നമ്മൾ നോക്കും നമ്മുടെ കാരണന്മാർ, അവൻ എത്ര സ്വത്തുണ്ട്, അവൻ എത്ര ശമ്പളമുണ്ട്, അവൻ്റെ ഗുഡ് സ്റ്റാൻഡിങ് എന്താണ്, എല്ലാം ഭൗതികമായ ഒരു മാനദണ്ഡമാണ്. അവൻ്റെ വിശ്വാസം എത്രയുണ്ടെന്നോ, അവന് ദൈവിക അരൂപി എത്രയുണ്ടെന്നോ, അവൻ്റെ സ്വഭാവം, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് 100 പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത്. ഇതിപ്പോ ഈ പ്രായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകണം എന്തായിരിക്കണം എൻ്റെ ജീവിതത്തെ പടുത്തുയർത്തേണ്ടത്. നമ്മളുടെ കൂടെ പഠിച്ച ഒരുത്തി പറഞ്ഞു, ദേ അവിടെ ഓസ്ട്രേലിയയിൽ നല്ല കാശുണ്ട്, അങ്ങോട്ട് പോരെ നീ. എന്നാ അങ്ങോട്ട് പോവാ. കർത്താവിനോട് ചോദിച്ചോ, എവിടെയാ എൻ്റെ വാരിയല് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എവിടെയാ? അപ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ ഡയറക്ഷൻ മാനുഷികമായ ബോധ്യമാകാതെ ദൈവിക ജ്ഞാനമാകണം. അതിന് നമ്മൾ വലിയ പണിപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവമേ എനിക്ക് അറിഞ്ഞൂടാ എന്നും പറഞ്ഞ് അങ്ങ് ദൈവത്തിന്റെ കയ്യിൽ വിട്ടുകൊടുത്തിട്ട് ജ്ഞാനം നൽകണേ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും രാവിലെ ഒരു 10 മിനിറ്റെങ്കിലും ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഡയറക്റ്റ് പ്രയർ ഫോർ വിസ്ഡം. ഫിൽ മീ വിത്ത് യുവർ വിസ്ഡം, നോളജ്, അണ്ടർസ്റ്റാൻഡിങ് എന്ന് പ്രാർത്ഥിച്ച്, എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, അറിവ് നൽകണമേ, വിവേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, വിശ്വാസം നൽകണമേ, ജ്ഞാനം നൽകണമേ. ഒന്ന് ഹൃദയത്തിൽ പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ ജ്ഞാനം നൽകണമേ, ജ്ഞാനം നൽകണമേ. അപ്പൊ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കുറച്ച് സമയം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും, ബൈബിളിൽ ജ്ഞാനത്തിന്റെ പുസ്തകം എന്നൊരു പുസ്തകമുണ്ട്. കത്തോലിക്ക ബൈബിളിൽ മാത്രമേ ഉള്ളൂ അത്. പ്രൊട്ടസ്റ്റന്റ് ബൈബിളിൽ അതുണ്ടാവില്ല. അതുകൊണ്ട് ആരുടെയെങ്കിലും കയ്യിൽ ആ ജ്ഞാനം ഇല്ലാത്ത ബൈബിളാണെങ്കിൽ അത് മാറ്റി ഈ POC ബൈബിൾ വായിക്കണം. അപ്പൊ ആ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ
6, 7, 8, 9 ഈ 4 അധ്യായങ്ങളെങ്കിലും ഇടയ്ക്ക് വായിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന വിസ്മയനീയമായ കാര്യങ്ങളാണ്. അതിൽ പറയുകയാണ്, അത് അക്ഷയനിധിയാണ്. ജ്ഞാനം അധ്യായം 7:14 പറയാണ്, അത് അക്ഷയനിധിയാണ്. ജ്ഞാനം സമ്പാദിച്ചവർ ദൈവത്തിന്റെ സൗഹൃദം നേടുന്നു. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഒരു സുഹൃത്ത് ബന്ധമാണ്. ദൈവം നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവമല്ല. ദൈവം തന്റെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നമ്മള് ശിക്ഷ, പൂർവശാപം ഇതൊക്കെ തെറ്റാണ്. ഒരുപാട് പേരുള്ള വിശ്വാസം ഇതാണ്, ആ പ്രശ്നമൊക്കെ പൂർവശാപം കൊണ്ടാണ്. എന്തുകൊണ്ടാ? ഈ ജ്ഞാനമില്ലാത്തത് കൊണ്ടാണ്. ജ്ഞാനസ്നാനത്തിൽ എന്ത് സംഭവിക്കുന്നു? ജ്ഞാനസ്നാനത്തിലൂടെ